അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. DKICC ഗ്ലോബൽ കമ്മിറ്റി സീറത്ത് സയ്യിദുൽ കൗനൈൻ എന്ന ശീർഷകത്തിൽ നടത്തി വരാറുള്ള മീലാദ് ക്യാമ്പയിൻ DKICC ചെയർമാൻ ആദരണീയനായ തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മൗലവി അവറുകൾ ഉദ്ഘാടന പ്രഭാഷണം നടത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയെ ധന്യമാക്കിയിരിക്കുന്ന ആദരണീയരായ ഉസ്താദന്മാരെ, സഹപ്രവർത്തകരെ, ഉപരി യുഎഇയിൽ നിന്ന് എത്തിയിട്ടുള്ള ബഹുമാന്യരായ പ്രവാസി സുഹൃത്തുക്കളെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 20 മിനിറ്റ് കൊണ്ട് ഈ യോഗം അവസാനിക്കേണ്ടതുണ്ട്. അസ്ർ നമസ്കരിച്ചു കഴിഞ്ഞാൽ ഉടനെ ബുഖാരി മജ്‌ലിസ് ആരംഭിക്കുകയാണ്. അപ്പോൾ ഞാനൊരു പ്രസംഗത്തിലേക്ക് കിടക്കുന്നില്ല. ഒരു കാര്യം, ഒരു മാപ്പ് അപേക്ഷയോടുകൂടി നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. ഇന്നലെ കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്ത് ഞാൻ ഇരിക്കുമ്പോൾ നമ്മുടെ ഒരു പ്രവർത്തകൻ ഒരു ഫോണുമായി വന്ന് ഒരു വീഡിയോ പറയാം, ഒരു വാട്സപ്പ് പറയാം. അപ്പൊ ഞാൻ സാധാരണ പറയുന്ന അതിൽ DKICC പറഞ്ഞില്ല, ഞാൻ അതിന്റെ ചെയർമാനാണല്ലോ, മനഃപൂർവ്വം പറയാതെ ഇരിക്കത്തില്ലല്ലോ. മന്നാനിസയും പറഞ്ഞില്ല. ഇന്ന് രാവിലെ തന്നെ ബഹുമാനപ്പെട്ട കമറുദ്ദീൻ മൗലവി വന്ന് ഈ 2 പരാതി ഞാൻ കേൾക്കുന്നുണ്ട്. ഒരു അബദ്ധത്തിൽ സംഭവിച്ചതാണ് എന്ന് മാത്രം കണ്ടാൽ പൂർവ്വമല്ല. എനിക്ക് 70-ാം വാർഷിക സമ്മേളനം ഏത് തരത്തിലും വിജയിപ്പിക്കണം എന്ന ഉഗ്രമായ ആഗ്രഹമാണുള്ളത്. എല്ലാവർക്കും ആഗ്രഹം തന്നെ. പിന്നെ ഞാൻ ഏതെങ്കിലും ഒരു വ്യക്തിയോ നമ്മുടെ ഒരു ബ്രാഞ്ചിനെയോ ഒരു സംഘടനയോ ഒരു സഹകാരിയോ വിടാൻ പാടില്ല, വിടത്തുമില്ല. അപ്പൊ അങ്ങനെ ഒരു പോരായ്മ സംഭവിച്ചെങ്കിൽ നിങ്ങൾ മാപ്പാക്കണം. DKICCയെ കുറിച്ച് പറയുമ്പോൾ ബഹുമാനപ്പെട്ട സുലൈമാൻ മൗലവിക്ക് 100 നാക്കാണ്. ഈ അടുത്ത് ഞങ്ങൾ കാഞ്ഞിരപ്പള്ളിയിലെ സ്റ്റേറ്റ് സഹസംഘത്തിന്റെ യോഗം കൂടിയപ്പോ അവിടെ സപ്ലിമെന്റിനെ കുറിച്ചുള്ള ചർച്ചയുണ്ടായി. അപ്പോഴില്ല, DKICC സപ്ലിമെന്റ് ഇറക്കുന്നുണ്ട്. ഒരു സമ്മേളനത്തിൽ ഒരു സപ്ലിമെന്റ് മതി, വേറെ സപ്ലിമെന്റ് വേണ്ട, അതിന്റെ കമ്മിറ്റിയും എടുക്കണ്ട എന്ന് പറഞ്ഞ് DKICCയെ മാത്രം ആ രംഗത്ത് നിലനിർത്തിയവരാണ് ഞങ്ങൾ. അതൊരു സന്തോഷം. എനിക്ക് അതോടൊപ്പം ഒരു അഭ്യർത്ഥന കൂടി ഉള്ളത്, DKICC 70-ാം വാർഷികത്തിന്റെ ഒരു സപ്ലിമെന്റ് ഇറക്കുമ്പോൾ ആ സപ്ലിമെന്റ് കമ്മിറ്റിയുടെയോ DKICC നേതാക്കളുടെയോ ഒക്കെ പടം പ്രദർശിപ്പിക്കുന്നത് നല്ലതാണ്. ഞങ്ങളെ ആരെയും അതിൽ പടം വെക്കരുത്, അങ്ങനെ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കരുത്. ഇത് ഞാൻ വിനീതമായി പറ്റി. അതിനൊരു കാരണമുണ്ട്, ഞാൻ ചുരുക്കി പറയുകയാണ്. നമ്മൾ ആദ്യം തന്നെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ ഈ സമ്മേളനത്തിൽ സംബന്ധിപ്പിക്കണം, അദ്ദേഹത്തെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കണമെന്നൊക്കെ ഒരു ചർച്ചയും തീരുമാനമുണ്ടായി. കഴിഞ്ഞ 2-ാം തീയതി അദ്ദേഹവുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കുന്നവർ AICCയുടെ പ്രമുഖനായ ജനറൽ സെക്രട്ടറിയെ കണ്ടപ്പോൾ അദ്ദേഹം ഡിസംബർ അവസാനമല്ലാതെ നമുക്ക് പ്രോഗ്രാം തരില്ല എന്ന് തർപ്പിച്ചു പോകുന്നു. അദ്ദേഹത്തിന്റെ തിരക്കതാണ്. നമുക്ക് ജാനുവരിയിൽ നടത്തേണ്ട പരിപാടിക്ക് ഡിസംബർ അവസാനം വരെ ദിവസം പ്രഖ്യാപിക്കാതെ ഇരിക്കാനും വയ്യ. അപ്പൊ അപ്പോൾ തന്നെ നമ്മൾ അവൈലബിളായി സ്റ്റേറ്റ് സഹസംഘം വിളിക്കുകയും ആ സമ്മേളനം തീരുമാനിച്ചു. ആദരണീയനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നമ്മുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യണം. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കൾ നമ്മുടെ ചീഫ് ഗസ്റ്റുകളായി സംബന്ധിക്കണം എന്ന്. അപ്പൊ സ്വാഭാവികമായി അങ്ങനെയാണ് നമ്മൾ ബഹുമാനപ്പെട്ട തങ്ങളെ നേരത്തെ ഇപ്പൊ സുലൈമാൻ മുസ്ലിയാർ പറഞ്ഞ പോലെ
ആമുഖവും ദുആയും തങ്ങളെ വെച്ച് നമ്മൾ ഡിക്ലെയർ ചെയ്തത്. അപ്പൊ നമുക്ക് ഡേറ്റ് നേരത്തെ പ്രഖ്യാപിക്കേണ്ടതുകൊണ്ട് ഈ സമ്മേളനത്തിന്റെ ഉദ്ഘാടകനായി ബഹുമാനപ്പെട്ട തങ്ങളെ തന്നെ തീരുമാനിച്ചു. നേരത്തെ നമ്മുടെ 60-ാം വാർഷികം നടത്തിയപ്പോൾ അന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ചീഫ് ഗസ്റ്റ് ആക്കിക്കൊണ്ട് സയ്യിദ് ഹൈദരലി ശാബദങ്ങൾ നബറുല്ലാമർക്കത അവരുകളായിരുന്നു ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. അതുകൊണ്ട് 19-ാം തീയതി ഇൻഷാ അല്ലാഹ് ജനുവരി 19 തിങ്കളാഴ്ച കൊല്ലം കന്റോൺമെന്റിൽ ഈ സമ്മേളനം നമ്മൾ നടത്തും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആശ്രാമത്തിൽ നിന്ന് ഇന്ന് ഇന്ത്യയിലെ ലോകത്ത് ഫലസ്തീൻ ഉൾപ്പെടെ ഇന്ത്യയിലെ ആസാം ഉൾപ്പെടെ മുസ്ലിം സമൂഹം അനുഭവിക്കുന്ന ദുരിതങ്ങളെ സംബന്ധിച്ചും അതിന്റെ പരിഹാര മാർഗങ്ങളെ കുറിച്ചുമൊക്കെ നമ്മൾ ഇൻഷാ അല്ലാഹ് അവിടെ ചർച്ച ചെയ്യുകയും അത് മുദ്രാവാക്യമാക്കപ്പെടുകയും ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന ഒരു റാലിയോടുകൂടി സമ്മേളനം നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പ്രമേയം തന്നെ ഒരുമയുള്ള ഉമ്മത്ത്, പിന്നെ ഉറച്ച ആദർശം, അത് നമ്മൾ ശരിക്കും പ്രകടമാക്കും ഈ സമ്മേളനത്തിലൂടെ. അതോടൊപ്പം തന്നെ ഇപ്പൊ ഏറ്റവും വലിയ സന്തോഷം, ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചിട്ട് 1500 വർഷമായി. 1500ാമത് ജന്മദിനമാണ് ഇപ്പോൾ നമ്മൾ ആഘോഷിക്കുന്നത്. UAE നാഷണൽ കമ്മിറ്റി 1 മാസം നീണ്ടു നിൽക്കുന്ന മിലാദ് ഷരീഫ് ക്യാമ്പയിന്റെ സമാപനം മദീന മുനവ്വറയിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചു എന്നത് അല്ലാഹു മനസ്സിൽ നൽകിയ ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു ഖാത്തർ, ഒരു തോന്നലാണ്. അത് പടച്ചവന്റെ ഭാഗത്തു നിന്നുള്ളതാണ് ആ തോന്നൽ. എപ്പോഴും പറയും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്നാ അർസൽനാക ശാഹിദൻ ബശീറൻ വനദീറൻ വദാഇൻ ഇലല്ലാഹി വസിറാജൻ മുനീറ. അല്ലാഹുവിന്റെ ആജ്ഞാനുസരണം ജീവിക്കുന്നവർക്ക് സന്തോഷവാർത്ത അറിയിച്ചുകൊണ്ടു, അല്ലാത്തവർക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടു, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ടു ലോകം എമ്പാടും പ്രകാശിക്കുന്ന ഒരു ലൈറ്റായിട്ടുമാണ്, ഒരു വിളക്കായിട്ടുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു നിയോഗിച്ചത്. ഈ ഖുർആൻ സൂക്തം ഇറങ്ങിയ മദീന മുനവ്വറയിൽ ഈ പ്രാവശ്യത്തെ 1500ാമത് ജന്മദിന ആഘോഷത്തിന്റെ സമാപനം കുറിക്കാൻ DKICC സഹോദരങ്ങളെ, പ്രത്യേകിച്ച് UAE നാഷണൽ കമ്മിറ്റി ഭാരവാഹികളെ അള്ളാഹു അനുഗ്രഹിച്ചു എന്നത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. നമ്മൾ ശുക്ർ ചെയ്യണം. ഇതൊക്കെ പറയുമ്പോ ജമിയത്തുൽമാട് പ്രവർത്തിക്കുമ്പോ, മന്നാനിക്ക് പ്രവർത്തിക്കുമ്പോ, DKICC പ്രവർത്തിക്കുമ്പോ ഒക്കെ ചെയ്യുന്നത് പടച്ചവൻ നമുക്ക് ചെയ്യുന്ന ഒരു അനുഗ്രഹമാണ്. അല്ലെ, അങ്ങനെ കാണണം. ഏറ്റവും വലിയ സേവനം ചെയ്ത ആളാണല്ലോ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. ഈജിപ്ത്, സിറിയ തുടങ്ങിയുള്ള എത്ര രാഷ്ട്രങ്ങളാണ് അദ്ദേഹം മുഖേന ഇസ്ലാമികൾ സ്വതന്ത്രമായത്. യുദ്ധ വൈഭവം കാരണം അള്ളാഹുവിന്റെ റസൂൽ അദ്ദേഹത്തിന് കൊടുത്ത പേര് സൈഫുള്ള എന്നാണ്. അദ്ദേഹം വഫാത്താകുമ്പോ യുദ്ധത്തിന് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന കുതിരകളെ, അദ്ദേഹം ഉപയോഗിച്ച യുദ്ധ സാമഗ്രികൾ ഒക്കെ അദ്ദേഹത്തിന്റെ ശീലിക്കാരികൾ കൊണ്ടുവന്ന് നിരത്തി. എല്ലാവരും കൂടി, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കൂടി. അദ്ദേഹം കരഞ്ഞു. ഖാലിദ് ബിൻ വലീദ് എന്താണ് കരയുന്നത്? ഇല്ല, എനിക്ക് രണഭൂമിയിൽ കിടന്ന് മരിക്കാൻ ഒരു അവസരം ഉണ്ടായില്ലല്ലോ, ഞാൻ ഇവിടെ ഈ ശയ്യയിൽ കിടന്നാണല്ലോ മരിക്കുന്നത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു. നമുക്കൊക്കെ രോമാഞ്ചമുണ്ടാക്കുന്ന ഒരു വാക്കായിരുന്നു അത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖാലിദ് ബിൻ വലീദിനെ റളിയല്ലാഹു അൻഹു ആശ്വസിപ്പിച്ച ആ ഒരു വാക്ക് മാത്രം പറഞ്ഞ് അതിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കുക. ഫലം ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ മരണശയ്ക്ക് അടുത്ത് നിന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചത് എങ്ങനെയാണ്? ഫലം
ولم يسنع الأقوام والله صالح. ഖാലിദേ, ഈ സമുദായത്തിന്, ഇതിന്റെ നിലനിൽപ്പിന്, ഇതിന്റെ ഉയർച്ചയ്ക്ക് ശത്രുവിനെ പ്രതിരോധിക്കുന്ന രംഗത്ത് നീ ചെയ്ത പോലെയുള്ള സേവനം ഒരാളും ചെയ്തിട്ടില്ല. പക്ഷെ ഒരു കാര്യം, അങ്ങനെ സേവനം ചെയ്യാൻ, യുദ്ധം ചെയ്യാൻ, യുദ്ധത്തിന് നേതൃത്വം നൽകാൻ, നീ ഇടപെട്ട എല്ലാ യുദ്ധങ്ങളും വിജയിക്കുവാൻ, പല രാജ്യങ്ങളും ഇസ്ലാമിനെ സ്വതന്ത്രമാക്കാൻ നിനക്ക് നീ മുഖാന്തരക്കാരനായി. പക്ഷേ അതിനൊക്കെ കഴിവ് തന്നത് അല്ലാഹുവാണ്. വലം യസ്നഅൽ അഖ്വാമു വല്ലാഹു സാരിഉ. നമ്മൾ ഈ ചിന്ത, ഈ ഒരു ഖലാസ്, നേരത്തെ സാദപ്രാസിംഗ് പറഞ്ഞ പോലെ, സേമമോനെ പറഞ്ഞ പോലെ, അതിനു മുമ്പ് ബഹുമാനപ്പെട്ട നൗഷാദ് ഉൾപ്പെടെ ഉള്ളവർ പറഞ്ഞ പോലെ, ഒരു ഖലാസ്, ഞാൻ ഒന്നുമല്ല, ഞാൻ എന്ത് ചെയ്താലും ഒരു തുരുമ്പ് ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് അനക്കിയിട്ടാൽ അതിന് കഴിവരുന്ന പടച്ചതമ്പുരാനാണ്. ആ പടച്ചതമ്പുരാന്റെ പ്രവർത്തനമാണ്. നമ്മൾ ഒന്നുമല്ല. അള്ളാഹു തരുന്ന കഴിവ് നമ്മൾ വിനിയോഗിക്കുന്നു, അള്ളാഹു തരുന്ന ചിന്ത നമ്മൾ വിനിയോഗിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞ മദീന മുനവ്വറയിൽ ഈ മിലാദെ ശരീഫ് ക്യാമ്പയിന്റെ സമാപന സമ്മേളനം നടത്താൻ പ്രവാസികളായ UAE നാഷണൽ കമ്മിറ്റിക്ക് ഒരു ഭാവനാവിലാസം ഉണ്ടായത് പടച്ചവന്റെ ഭാഗത്തു നിന്നാണ്. വലം യസ്നഅൽ അഖ്വാമു വല്ലാഹു സാരിഉ. ഈ ഒരു വികാരത്തോടും വിചാരത്തോടും ഒരു നിസ്വാർത്ഥതയോടും നിഷ്കളങ്കതയോടും കൂടി നമ്മൾ പ്രവർത്തിക്കുമെങ്കിൽ എല്ലാം നമ്മൾ വിജയിക്കും. അതുകൊണ്ട് ഈ തരത്തിൽ കഴിഞ്ഞ 2 വർഷമായി ഏതാണ്ട് 2 പതിറ്റാണ്ടിന്റെ വളർച്ച പ്രാപിച്ച UAE നാഷണൽ കമ്മിറ്റി, DKICCയുടെ എല്ലാ ഘടകങ്ങളെയും ഹൃദ്യമായി ഞാൻ പ്രശംസിക്കുന്നു, ആശംസിക്കുന്നു. ഈ നേരത്തെ പറയാത്തതിൽ ഉണ്ടായ ആ അബദ്ധം, അതിന് മാപ്പും പറയുന്നു, നിങ്ങൾ ക്ഷമിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. രാജാതിരാജനായ മലിക്കുൽ മുലൂക്കായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവിന്റെ നാമത്തിൽ ഈ മഹത്തായ സംഗമം ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. നാഷണൽ കമ്മിറ്റി, UAE നാഷണൽ കമ്മിറ്റിയുടെ മിലാദി ശരീഫ് ക്യാമ്പിന്റെ ഔപചാരിക ഉദ്ഘാടനം ഞാൻ ഈ സമയത്ത് നിർവഹിക്കുന്നു. വാഹിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.